ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കോപ്പ ഡെൽ റേ ഫൈനൽ കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് സങ്കടത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. റയൽ മാഡ്രിഡ് തോറ്റിരിക്കുന്നു, 2-3 എന്ന സ്കോറിന് തോറ്റിരിക്കുന്നു. അപ്പോൾ ബാഴ്സലോണ നന്നായിട്ട് തന്നെ കളിച്ചു, റയൽ മാഡ്രിഡും നന്നായിട്ട് തന്നെ കളിച്ചു. ചെറിയൊരു മിസ്റ്റേക്കുകളിൽ ഗോളുകൾ വഴങ്ങേണ്ടി വന്നു. അത് ഭയങ്കര കോസ്റ്റ്ലി ആയി, കാരണം അത് ഞങ്ങൾ റിക്കവർ ചെയ്യാൻ പിന്നെ സാധിച്ചില്ല. ഗോൾ വഴങ്ങിയതാണെങ്കിലോ അത്രയും ക്രൂഷ്യലായിട്ടുള്ള ടൈമുകളിലും. ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പെഡ്രിയുടെ ഒരു സ്റ്റണ്ണർ ഫ്രം ഔട്ട്സൈഡ് ദ ബോക്സ്. വളരെ സൂപ്പറായിട്ടുള്ളൊരു ഗോളായിരുന്നു, നല്ല കിട്ടിയില്ലാൻ ഗോള്. ലെമിൻ യമാൽ നല്ല നൈസായിട്ട് അതിനെ സ്ക്വയർ ചെയ്ത് കൊടുത്തു. നല്ല ക്ലാസിക്കൽ ഫിനിഷ്, അടിപൊളി ഫിനിഷായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസ്പോൺസായിട്ട് റയൽ മാഡ്രിഡ് കുറച്ച് മൂവ്മെൻ്റ് എല്ലാം നടത്തിയെങ്കിലും എംബപ്പെ നല്ല സ്റ്റാർട്ടിങ്ങിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് അവർ കാണുന്നുണ്ടായിരുന്നു. ഫോർവേഡിൽ വിനീഷ്യസിൻ്റെ ആ പേസ് ഒന്ന് മാച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. പിന്നെ ഇന്നലെ ജൂഡ് ബെല്ലിംഗ്ഹാം വളരെ ഓഫായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ജൂഡ് ബെല്ലിംഗ്ഹാമിന് അത്ര ഒരു നല്ല കളി ഉണ്ടായിരുന്നില്ല. പിന്നെ റയൽ മാഡ്രിഡിൽ നല്ല ക്രിയേറ്റീവായിട്ടുള്ളൊരു മിഡ്ഫീൽഡറുടെ അഭാവം നന്നായി കാണുന്നുണ്ട്. നമ്മുടെ ടോണി ക്രൂസിനെ പോലുള്ള ഒരാൾ നന്നായി കാണുന്നുണ്ട്. ഇന്നലെ ചൗമിനിയും അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കളിച്ച്. റയൽ മാഡ്രിഡിൻ്റെ ബാക്ക് ഇന്നലെ അത്ര പോരായിരുന്നു, എന്നാലും ഓക്കെ, എല്ലാവരും ഒരു അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ജോബായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിൽ പക്ഷേ കളി അങ്ങോട്ട് മാറ്റി റയൽ മാഡ്രിഡ്. എംബാപ്പയും കൂടി ഇറങ്ങിയതും പേസിൻ്റെ ഒരു കളിയായിരുന്നു. അല്ലേ, മരണമാസം ഓട്ടം വന്ന് മരണമാസം ഓട്ടം, പറ ഓട്ടം. ഇന്നലെ റയൽ മാഡ്രിഡിൻ്റെ ആ പേസിൽ ബാഴ്സലോണയുടെ മിഡ്ഫീൽഡും ഡിഫൻസും എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് മിഴിച്ച് നിന്ന് സമയങ്ങൾ വരെ ഉണ്ടായിരുന്നു. അത്രയും മാരമായിട്ടുള്ള ഓട്ടമായിരുന്നു ഇന്നലെ. ആ ഒരു ഇതിൽ തന്നെയാണ് എംബാപ്പയുടെ കിട്ടില്ലെന്നൊരു മരണമാസം ഫ്രീ കിക്ക്. ആരും പ്രതീക്ഷിച്ചില്ല. ഗോൾ കീപ്പർ വാളൊക്കെ വെറുതെ എടുത്ത് നിർത്തി, പക്ഷേ നല്ല നൈസായിട്ടുള്ളൊരു പ്ലേസ്മെൻറ്റ്, നല്ല പവറായിട്ടുള്ള ഷോട്ട്. അതിനുശേഷം ചൗമിനിയുടെ നല്ല കിടിലൊരു ഹെഡർ. അവിടെ നിന്ന് കളി ഫുള്ളായിട്ട് റയൽ മാഡ്രിഡിൻ്റെ കൺട്രോളിലായിരുന്നു, 110%. അത് റയൽ മാഡ്രിഡ് വളരെ എളുപ്പത്തിൽ ജയിക്കേണ്ട ഒരു കളിയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അവർ ചെറിയ മിസ്റ്റേക്ക്. ബാഴ്സലോണയുടെ രണ്ടാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഗോൾ കീപ്പറുടെ മിസ്റ്റേക്കാണ്. റുഡിഗർ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. റുഡിഗർ ഓൾമോസ്റ്റ് ഫെറാൻ ടോറസിനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവൻ കോട്ടോ ഒരുപാട് മുന്നോട്ട് ഇറങ്ങി വന്നിട്ട് അതിനെ കവർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗോൾ വഴങ്ങി. ആ ഗോൾ വഴങ്ങിയതാവട്ടെ 86-ാം മിനിറ്റിൽ, 85 മിനിറ്റിന് ശേഷമാണ് ആ ഗോൾ വഴങ്ങിയത്. പിന്നെ തിരിച്ചടിക്കാനുള്ള സമയമില്ല തീർച്ചയായിട്ടും. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമനില കളി പോലെ കുറച്ച് ശ്രമിച്ചു. അതിൻ്റെ ഇടയിൽ റഫീനെ ഡൈവ് ചെയ്തിട്ട് പെനാൽറ്റിയൊക്കെ ഒന്ന് നടന്നു നോക്കി, പക്ഷേ യെല്ലോ കാർഡിൽ അവസാനം കലാശിച്ചു. അതുപോലെ തന്നെ പിന്നെ എക്സ്ട്രാ ടൈം തുടങ്ങിയതും രണ്ട് ടീമുകളും വളരെ ഫെറോഷ്യസ് ആയിട്ട് തന്നെ അറ്റാക്ക് ചെയ്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കളിച്ച്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഭാഗ്യം ബാഴ്സലോണയുടെ ഒപ്പമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത് ഒരു ഗോളിൽ എത്തേണ്ട ബോളേ അല്ല. അത് നമ്മുടെ ലൂക്ക മോഡ്രിച്ച് കൊടുത്തൊരു പാസ് സിമ്പിളായിട്ട് എടുത്ത് ബ്രാഹിം ഡേയ്സിന് പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തോ കുറച്ച് മുന്നോട്ട് ഓടി തിരിച്ചു വരാൻ പറ്റിയില്ല. ജൂൾസ് കൊണ്ടേ എടുത്തു, അടിപൊളിയായി പോയി, 2 ഡ്രിബിൾ ചെയ്തു, ഒറ്റടി സൂപ്പർ ഗോൾ. അതോടെ തന്നെ ആ ഗോളിൽ തന്നെ ഏകദേശം ഒരു തീരുമാനം ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വരാൻ റയൽ മാഡ്രിഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് മിനിറ്റിൽ ഒരു പെനാൽറ്റി കിട്ടിയെങ്കിലും ഓഫ് സൈഡിലത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കളിക്ക് ശേഷം ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എംബാപ്പെ ഒരു ഫോർവേഡിൽ മുന്നോട്ടൊരു ബോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് കയ്യിൽ നിന്ന് ചെറുതായി തട്ടിയപ്പോൾ നമ്മുടെ ബാഴ്സലോണയുടെ ഒരു ഡിഫൻഡർ താഴെ കിടന്ന് ഒരുപാട് ആക്ടിങ് ചെയ്ത് റഫറി അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചു. അതിൽ ദേഷ്യം വന്ന് റയൽ മാഡ്രിഡ് ബെഞ്ച് ആകെ അങ്ങോട്ട് കാലിപ്പുണ്ട്. റുഡിഗർ എന്തോ ഒരു സാധനം എടുത്ത് റഫറിയുടെ മേലേക്കെറിഞ്ഞ് 3 പേർക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഇന്നലെ. ആകെ ഒരു ഹങ്കാമയായിരുന്നു ഇന്നലത്തെ കളി മൊത്തം. കോലാഹലം കണ്ട ആർക്കും ബോറടിച്ചിട്ടുണ്ടാവില്ല, അത്രയും അടിപൊളിയായിരുന്നു ഇന്നലത്തെ കളി. ആക്ച്വലി ഈ കളി തുടങ്ങുന്നതിന് മുമ്പേ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഈ റഫറിമാരുടെ ഒരുപാട് ഒത്തുകളി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് റയൽ മാഡ്രിഡ് വിവാദങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് ഈ മത്സരം കളിക്കില്ല എന്നുള്ള നിലയ്ക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ സ്പാനിഷ് ഫെഡറേഷൻ അത് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്ത് എന്തായാലും ഈ റഫറിമാർ തന്നെ കളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവർ അൾട്ടിമേറ്റ്ലി കളിച്ചു. അപ്പോൾ എന്തായാലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ അത് ഒരുപാട് ലാസ്റ്റ് കൊണ്ടൊരു റയൽ മാഡ്രിഡിലെ എല്ലാ താരങ്ങളും കൂടി പിടിച്ചിട്ടാണ് റുഡിഗറിനെ നിർത്തിയത്. ഇല്ലെങ്കിൽ റുഡിഗർ പോയിട്ട് ചിലപ്പോൾ റഫറിയുടെ മണ്ടയ്ക്ക് അടിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാരി അഗ്രഷനായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. അൾട്ടിമേറ്റ്ലി എന്തായാലും ബാഴ്സലോണ ജയിച്ചു. അവർ തന്നെയാണ് കൂടുതൽ പൊസിഷൻ വെച്ച് കൂടുതൽ ഷോട്ടുകൾ അടിച്ച് എല്ലാം അടിച്ച്. പക്ഷേ സെക്കൻഡ് ഹാഫിലെ കളി കൊണ്ട് ശരിക്കും കളി വെച്ച് നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ആയിരുന്നു ജയിക്കേണ്ടത്. അവർ എളുപ്പത്തിൽ സിമ്പിളായിട്ട് കയ്യിൽ കിട്ടിയ ഒരു കളി അവർ കൊണ്ട് തൊലച്ചു എന്ന് തന്നെ ഞാൻ പറയും. എക്സ്ട്രാ ടൈമിലായാലും ശരി, വേണ്ട വിധത്തിൽ പേസിനെ, അവരിലുള്ള ആ ഒരു പേസി അറ്റാക്കിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല, വൃത്തിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഒരുപാട് പേര് ആഞ്ചലോട്ടി ഔട്ട് എന്നുകൊണ്ട് വരികയായിരിക്കും. എന്തായാലും നല്ലൊരു കളിയായിരുന്നു. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ റയൽ മാഡ്രിഡ് ഇത്തവണ ഇനിയിപ്പോൾ ലലീഗയും കൂടി പോയി കഴിഞ്ഞാൽ
ഇത്തവണ ഒരു കപ്പും ഇല്ലാതിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം നമുക്ക് എന്താവുന്നത്. ബാർസലോണയാണെങ്കിൽ ക്വാഡ്രിപ്പിളിൻ്റെ പക്കത്തിലാണ് നിൽക്കുന്നത്. ക്വാഡ്രിപ്പിൾ ചിലപ്പോൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലലീഗയിലുണ്ട്, ലലീഗ ആക്റ്റീവാണ്, 6 പോയിൻറ്റിന് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗും അവർ ആക്റ്റീവാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താവും നോക്കാം. എന്തായാലും ഹാൻസി ഫ്ലിക്കിന് ഒരു വലിയ കൺഗ്രാജുലേഷൻസ്. എങ്ങനെയുണ്ടായിരുന്ന ബാർസലോണ ടീമിനെ ഇത്രയും നല്ലൊരു കിടിലൻ ടീമാക്കി എടുത്തതിന്. റയൽ മാഡ്രിഡ് ഒട്ടും നിരാശരാകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ കിരീടങ്ങളുടെ ഒരു ക്ലബ്ബായതുകൊണ്ട് കിരീടം കിട്ടാത്ത ഓരോ സീസണും അവർക്കൊരു തോൽവി തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കോച്ചിനെ മാറ്റുന്നതടക്കം പല താരങ്ങൾ പുറത്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഓക്കെ ഗൈസ്, ബൈ.